ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫാർമസി ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ടോപ്പിക് സെൻട്രൽ കൗൺസിൽ അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഏത് ചാപ്റ്ററിലാണ് വരുന്നത്? ചാപ്റ്റർ 2 അല്ലെ? ചാപ്റ്റർ 2 ആണ്. ഏത് സെക്ഷൻ ആണ് വരുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോമ്പസിഷൻ ഓഫ് എ സെൻട്രൽ കൗൺസിൽ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു വിച്ച് സെക്ഷൻ ഓഫ് ഫാർമസി ആക്ട്? തേർഡ് സെക്ഷൻ അല്ലെ? സോ അപ്പോൾ തേർഡ് സെക്ഷൻ ആണ് അത് വരുന്നത്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു സെക്ഷൻ കൂടിയിട്ടൊന്ന് ഓർക്കുക. കാരണം ഈ ക്വസ്റ്റ്യൻ കംസ് ലൈക്ക് ദ ഇൻകോർപ്പറേഷൻ ഓഫ് എ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 4 ആണ്. ഓക്കെ, സോ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോമ്പസിഷൻ ഓഫ് എ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സെക്ഷൻ 3ഉം ഇൻകോർപ്പറേഷൻ ഓഫ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സെക്ഷൻ 4ഉം. വേറൊന്നുമില്ല, അതായത് സെൻട്രൽ കൗൺസിൽ എന്ന് പറയുന്നത് എന്താണെന്നാണ്? ഒരു ബോഡി കോർപ്പറേറ്റ് ആണ് അല്ലെ? അങ്ങനെ പറയുന്നതാണ് സെക്ഷൻ 4 എന്ന് പറയുന്നത്. അതായത് കൗൺസിലിന് നമുക്കറിയാം കൗൺസിലിൻ്റെതായ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലെ? അപ്പോൾ ആ ഒരു പവർ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എന്ന് പറയുന്നത് സെക്ഷൻ 4ലാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ പി സി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇൻകോർപ്പറേഷൻ ഓഫ് സെൻട്രൽ കൗൺസിൽ എന്ന് പറയുന്നത് ഏതാണ്? സെക്ഷൻ 4 ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി പി സി ഐ സെറ്റപ്പ് ചെയ്ത വർഷമൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് റീകളക്ട് ചെയ്യാം അല്ലെ? അപ്പൊ നിങ്ങൾ കേൾക്കും തോറും വീണ്ടും വീണ്ടും അതൊന്നുകൂടി റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ പി സി ഐ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണ് പി സി ഐ ഫോം ചെയ്തത്? ഫാർമസി ആക്ട് ഫോം ചെയ്തത് 1948 ആണെങ്കിൽ പി സി ഐ ഫോം ചെയ്തത് 9/8/1949 അല്ലെ? പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് പിന്നെ നമ്മൾ പഠിച്ചത് അതിന്റെ മെമ്പേഴ്സിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടിയിട്ടൊന്ന് റീകളക്ട് ചെയ്താലോ? അപ്പൊ മെമ്പേഴ്സ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് 3 പേര് അല്ലെ? ദ കൺട്രോളർ ഓഫ് ഇന്ത്യ, പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ആസ് വെൽ ആസ് ദ ഡയറക്ടർ ഓഫ് എ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി അല്ലെ? പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഇലക്ടഡ് മെമ്പേഴ്സ്. ഇലക്ടഡ് മെമ്പേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഏത് ഓർക്കണമെന്ന് പറഞ്ഞു? 6 എന്നുള്ള നമ്പർ ഓർക്കണമെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ആ 6 മെമ്പേഴ്സ് എലക്ടഡ് ഫ്രം വേർ? UGC എന്ന് എലക്ട് ചെയ്യുന്ന 6 മെമ്പേഴ്സിൽ അറ്റ്ലീസ്റ്റ് 1 ടീച്ചർ ഇൻ ഈച്ച് സബ്ജക്ട് ഓഫ് വാട്ട്? ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോളജി ആസ് വെൽ ആസ് വാട്ട്? ഫാർമകോഗ്നോസി അല്ലെ? പിന്നെ ഒരാൾ എലക്ടഡ് ഫ്രം എവിടെ നിന്നായിരുന്നു? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു എലക്ടഡ് മെമ്പർ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽസിൽ നിന്നും ഇലക്ട് ചെയ്ത് പോകുന്ന ഒരു മെമ്പർ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി സി ഐയുടെ കേസിൽ. ഇനി അടുത്തത് നമ്മൾ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു പി സി ഐയുടെ കേസിൽ? അവിടെ നമ്മൾ ആദ്യം ഒരു 6 ഓർക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലെ? 6 പേര്. പിന്നെ നമ്മുടെ 6 പേര് എന്തായിരുന്നു വരുന്നത്? നോമിനേഷൻ ആണ്. ആരാ നോമിനേറ്റ് ചെയ്യുന്നത്? 6 പേരെ നോമിനേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന 6 പേര് അല്ലെ? പി സി ഐയിലേക്കല്ലേ? അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന 6 പേരില് അറ്റ്ലീസ്റ്റ് 4 പേര് ആരായിരിക്കണം? രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഫാർമസി ഫീൽഡിൽ നിന്നുള്ളവരായിരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത് അല്ലെ? പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞിരുന്നു? നോമിനേഷനിൽ ഒരു AICT എന്നുള്ള നോമിനേറ്റഡ് മെമ്പർ ഉണ്ട്. അതേപോലെ തന്നെ UGC നിന്നും ഒരു നോമിനേറ്റഡ് മെമ്പർ ഉണ്ട് അല്ലെ? പിന്നെ അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിന്റെ നോമിനേഷൻ ഉണ്ട്. നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയായപ്പോൾ നമ്മൾ എന്തായി? മെമ്പേഴ്സ് എളുപ്പമല്ലേ പഠിക്കാൻ? സോ അപ്പോൾ മെമ്പേഴ്സ് ഓഫ് പി സി ഐ അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് റിവൈസ് ചെയ്തതാണ്. ഇനി അടുത്തത് എന്തായിരുന്നു? കൗൺസിലിൽ വരുന്ന അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മെമ്പേഴ്സ് ആണ് ആര്? പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അല്ലെ? പ്രസിഡന്റ് ഓഫ് ദ കൗൺസിലും വൈസ് പ്രസിഡന്റ് ഓഫ് ദ കൗൺസിലും. അപ്പോൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആണ് ഇനി അടുത്തത് വരുന്നത് അല്ലെ? ഇവരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സെക്ഷൻ ഏതായിരിക്കും? സെക്ഷൻ 5. ഓക്കെ, അപ്പോൾ സെക്ഷൻ 5 എന്തായി? പ്രസിഡന്റ് ആസ് വെൽ ആസ് വൈസ് പ്രസിഡന്റ് ഓഫ് ദ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെ? ഇനി ഇവരുടെ ടെന്യൂർ ഉണ്ടല്ലേ? ടെന്യൂർ എത്ര നാളത്തേക്കാണ് വരുന്നത്? നമുക്കറിയാം ഫാർമസി കൗൺസിൽ മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും ടെന്യൂർ വരുന്നത് 5 ഇയേഴ്സ് ആണ് അല്ലെ? അപ്പോൾ ഫാർമസി കൗൺസിലിന്റെ പ്രസിഡന്റേയും ഇവരുടെ ടെന്യൂർ വരുന്നതും ഏതാണ്? 5 ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഇത് എലക്റ്റഡ് മെമ്പേഴ്സ് ആണ് അല്ലെ? കാരണം കൗൺസിലുള്ള ആൾക്കാർ അവർക്കിടയിൽ തന്നെ ഇലക്ഷൻ നടത്തിയാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ they are elected among the council members. Okay, they are elected among the council members. Okay, സോ അപ്പോൾ അതും കൂടിയിട്ടൊന്ന് ഓർക്കുക. അപ്പോൾ നമ്മുടെ കൗൺസിലിന്റെ ഇലക്ഷൻ ഒക്കെ നടക്കുമ്പോൾ സെൻട്രൽ കൗൺസിലായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ സെൻട്രൽ കൗൺസിലായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരുവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആരായിരിക്കും അതിന്റെ അന്തിമ തീരുമാനം എടുക്കുന്നത്? സോ ഇപ്പം ഇവരുടെ തന്നെ തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു പെശക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈനൽ ഡിസിഷൻ ആരതാണ്? സെൻട്രൽ ഗവൺമെന്റിൻ്റെതാണ്. ഓക്കെ, സോ സെൻട്രൽ ഗവൺമെന്റിൻ്റെതാണ്
final decision regarding any dispute related to the election of the central council. Okay, so ആ പോയിന്റും കൂടിയിട്ട് ഓർക്കാം. പിന്നെ നമ്മുടെ അപ്പോൾ ആ മോഡ് ഓഫ് എലക്ഷൻ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്, എങ്ങനെയാണ് എലക്ഷൻ നടത്തേണ്ടത്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഏതിൽ വരുന്നത്, സെക്ഷൻ 6 വരുന്നത്. അവിടെയാണ് നമുക്ക് ഇതൊക്കെ പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ഇത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് അതിലാണ്. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ടേം ഓഫ് ഓഫീസ് എന്ന് പറയും. അതായത് നമുക്കറിയാം അതിൽ ഇലക്ടഡ് മെമ്പേഴ്സും നോമിനേറ്റഡ് മെമ്പേഴ്സും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇലക്ടഡ് മെമ്പേഴ്സിന്റെയും നോമിനേറ്റഡ് മെമ്പേഴ്സിന്റെയും ടെന്യൂർ എത്ര നാളാണ്? 5 years തന്നെയാണ് അല്ലെ. 5 years അല്ലെങ്കിൽ ഇവരുടെ സക്സഷൻ ആയിട്ട് ആരെങ്കിലും വരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ റാങ്ക് ലിസ്റ്റ് ഒക്കെ പറയുമ്പോൾ പറയില്ലേ 3 years ഓർ എ ന്യൂ റാങ്ക് ലിസ്റ്റ് അറൈസസ് അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് ഇതിന്റെ കേസും പറയുന്നത്. 5 years ആണ്, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ സക്സസർ വരുന്നു എന്നുണ്ടെങ്കിൽ അത് ഓക്കെ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇവര് ഔട്ടാവും. അപ്പൊ ആ ഒരു രീതിയാണ് ഇവിടെ കൗൺസിലറും വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റൊന്നുമില്ല, നമുക്ക് ഇവരുടെ ടെന്യൂർ 5 years ആണെന്ന് പറയുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 7 ആണ്. ഓക്കെ, അപ്പോ എലക്ടഡ് മെമ്പേഴ്സും നോമിനേറ്റഡ് മെമ്പേഴ്സിന്റെയും ടെന്യൂർ 5 years ആണെന്ന് പറയുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 7 ആണ്. പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ടെന്യൂർ 5 years ആണെന്ന് പറയുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 5 ആണ്. ഓക്കെ, ഇത് രണ്ടും തിരിഞ്ഞു പോകാതെ ഓർക്കുക. നമ്മൾ ടെന്യൂർ 5 years എന്ന് പറയുന്നുണ്ട്, കുറച്ച് ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുവാണ്. Okay, the tenure of elected as well as the nominated members are 5 years according to which section of a Pharmacy Act എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് വരുന്നത്? 7. ഓക്കെ, വൈസ് പ്രസിഡന്റും പ്രസിഡന്റിന്റെ ആണെങ്കിൽ 5. ഓക്കെ, അപ്പൊ അത് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇനി 5ഉം പിന്നെ 6 നമ്മൾ പറഞ്ഞു ഇലക്ഷനൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. 7 എന്ന് പറയുന്നത് നമ്മുടെ ഈ ടെന്യൂർ ഒക്കെ വരുന്നത് ഓക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് 7ൽ എന്നുള്ളത് ഓർക്കുക. പിന്നെ 8ൽ പറയുന്നത് റെമ്യൂണറേഷനും മറ്റുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. റെമ്യൂണറേഷൻ ഒക്കെ എങ്ങനെയാണ്, പിന്നെ അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ ഒക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിൽ ഒരു പോയിന്റ് ഉണ്ട്, എന്താണെന്നറിയാമോ? രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യുന്ന സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 8 ആണ്. ഓക്കെ, സെക്ഷൻ 8ലാണ് രജിസ്ട്രാറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം എപ്പോഴും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ രജിസ്ട്രാർ ഓഫ് ദ സെൻട്രൽ കൗൺസിൽ ക്യാൻ ആക്ട് ആസ് എ ട്രഷറർ, പിന്നെ സെക്രട്ടറി ആസ് വെൽ ആസ് ബോത്ത് എന്നൊക്കെ ഉള്ളത് അല്ലെ. അപ്പൊ അതെന്താ സംഭവം? നമ്മുടെ കൗൺസിലർ ഒരു രജിസ്ട്രാർ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഈ രജിസ്ട്രാർ തന്നെയാണ് എന്തെന്ന് പറയുന്നതും സെക്രട്ടറി ഓഫ് ദ കൗൺസിൽ എന്ന് പറയുന്നതും രജിസ്ട്രാർ തന്നെയാണ്. പിന്നെ ട്രഷററുമായിട്ട് ആക്ട് ചെയ്യാൻ രജിസ്ട്രാർക്ക് പറ്റും. ഓക്കെ, വേണമെങ്കിൽ വേറെ ആളിനെ വെക്കാം, ഇല്ലെങ്കിൽ രജിസ്ട്രാർ തന്നെ ട്രഷററിന്റെ പോസ്റ്റും എടുക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ ഇത് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ കൗൺസിലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 8 ആണ്. ഓക്കെ, സോ അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പാടില്ല. അപ്പൊ നമുക്ക് ഒരുപാട് അകത്തുനിന്ന് എങ്ങാനും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ രജിസ്ട്രാർ ദ കൗൺസിൽ ഷെൽ അപ്പോയിന്റ് എ രജിസ്ട്രാർ ഹു ഷെൽ ആക്ട് ആസ് ദ സെക്രട്ടറി ആസ് വെൽ ആസ് വാട്ട് എ ട്രഷറർ ഇൻ നീഡഡ്. ഓക്കെ, ഇഫ് നീഡഡ്. ഓക്കെ, സോ അപ്പോൾ അത് ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 8. പിന്നെ വരുന്നത് പിന്നെ നമുക്ക് രജിസ്ട്രാറിന്റെ കേസ് പറഞ്ഞു, സെക്രട്ടറിയുടെ കേസ് പറഞ്ഞു. പിന്നെ നമുക്ക് അതിൽ ഓർക്കാനുള്ളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിനെ പറ്റിയിട്ടാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അപ്പൊ നമ്മൾ പ്രസിഡന്റ് പറഞ്ഞു, വൈസ് പ്രസിഡന്റ് പറഞ്ഞു, ഇലക്ടഡ് മെമ്പേഴ്സ്, നോമിനേറ്റഡ് മെമ്പേഴ്സിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു, രജിസ്ട്രാറിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഓർക്കാനുള്ളത്, നമ്മുടെ ഇതൊരു സെൻട്രൽ കൗൺസിലായിരുന്നാലും സ്റ്റേറ്റ് കൗൺസിലായിരുന്നാലും ഇപ്പൊ നമ്മൾ സെൻട്രലിന്റെ ആണ് പറയുന്നത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരിക്കും അല്ലെ. അതായത് പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി. അപ്പൊ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിനെ പറ്റിയിട്ട് വരുന്നതാണ് സെൻട്രൽ കൗൺസിലിന്റെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടേതാണ് ഏത് സെക്ഷനിലാണ് വരുന്നത്? സെക്ഷൻ 9. ഓക്കെ, അപ്പോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്ഷൻ 9. ഓക്കെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആകുമ്പോൾ സെക്ഷൻ 9. പിന്നെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മെമ്പേഴ്സിനെ ഒന്ന് ഓർക്കുക കേട്ടോ. അതില് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. ഓക്കെ, സോ പ്രസിഡന്റ് ഉണ്ടായിരിക്കും, വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കും, മെമ്പേഴ്സ് തന്നെയാണ് പറയുന്നത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പിന്നെ 5 other members. Okay, so about president, vice president and 5 other members who are also the council members itself. Okay, so അപ്പോൾ ഇത്രയും പേരാണ് എന്തിൽ വരുന്നത്? എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് ദി സെൻട്രൽ കൗൺസിലിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ സെക്ഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഫോം ചെയ്യുന്നത് ജസ്റ്റ് സെക്ഷൻ 9 ആണെന്നുള്ളത് ഓർത്താൽ മതി, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കാനുണ്ട്. പ്രസിഡന്റ് ആയിരിക്കും ആരായിട്ട് ആക്ട് ചെയ്യുന്നത്? ചെയർമാൻ ഓഫ് ദ എക്സിക്യൂട്ടീവ്
കമ്മിറ്റി. ഓക്കെ, ചെയർമാൻ ഓഫ് ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, സോ അപ്പൊ അത്രയും പോയിന്റ്സ് ആണ് നമുക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്തായിരുന്നു? പിന്നെ അതും അതേപോലെ തന്നെ നമുക്ക് 5 years ആണ് എന്നുള്ളതൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് എഡ്യൂക്കേഷണൽ റെഗുലേഷൻസ്. എഡ്യൂക്കേഷണൽ റെഗുലേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കുള്ള സെക്ഷൻ ഏതായിരുന്നു? 10 എഡ്യൂക്കേഷണൽ റെഗുലേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സെക്ഷൻസ്. അപ്പൊ ഈ എഡ്യൂക്കേഷണൽ റെഗുലേഷൻസ് ഒരുപാടുണ്ട്. കാരണം അതിങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ പഠിക്കുന്നതായിരിക്കണമെന്നില്ല. കാരണം ഇങ്ങനെ അമെന്റ്മെന്റ്സ് വന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എഡ്യൂക്കേഷണൽ റെഗുലേഷൻസ് 81, 91, പിന്നെ 20, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം 2025 ബിഗിനിങ് ആണല്ലേ. അപ്പൊ ആ സമയത്ത് എന്ത് വന്നിട്ടുണ്ടായിരുന്നു? പുതിയൊരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റുഡന്റ് ടീച്ചേഴ്സുമായിട്ട് ഉള്ള റേഷ്യോ അല്ലെ. അപ്പൊ അത് നടപ്പായിട്ടില്ല. അതിന് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വേണമെന്ന് നമ്മുടെ സ്റ്റേറ്റിൽ നിന്നൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് നടപ്പിലായിട്ടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? അതിനി അടുത്തൊരു അമെന്റ്മെന്റ് അതിന്റെ കാര്യമായിട്ട് വരുമ്പോൾ അത് അങ്ങനെ നമുക്ക് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. എനിവേ അവിടെ നമുക്ക് ഓർക്കാനുള്ളത് മിനിമം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഈ എഡ്യൂക്കേഷണൽ റെഗുലേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. എങ്ങനെയായിരിക്കണം നമ്മുടെ സിലബസ്, എങ്ങനെയായിരിക്കണം നമ്മുടെ കോഴ്സ്, ഇതൊക്കെയാണ് എഡ്യൂക്കേഷണൽ റെഗുലേഷൻസിൽ വരുന്നത്. ഇപ്പം എക്സിറ്റ് എക്സാം കൊണ്ടുവരുന്നത്, ഇതൊക്കെ പറഞ്ഞിരുന്നത് പുതിയ പുതിയ എഡ്യൂക്കേഷണൽ റെഗുലേഷൻസ് ആണ് അല്ലെ. അപ്പൊ ഈ എഡ്യൂക്കേഷണൽ റെഗുലേഷൻസ് ഒക്കെ ഇങ്ങനെ നമുക്ക് അമെൻഡ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ ഒരു MCQ ലെവലിൽ നമുക്ക് ഓർക്കാനുള്ളത് ഒന്ന്, എന്താണ് മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് ഒരു ഫാർമസിസ്റ്റിന്? അതെന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി ആണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിങ് റിലേറ്റ് ചെയ്തിട്ട് എത്ര മണിക്കൂറാണെന്നുള്ളതും കൂടിയിട്ടൊന്ന് ഓർക്കുക. ദാറ്റ് ഈസ് 500 മണിക്കൂറാണ് ട്രെയിനിങ് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് 3 മാസം അല്ലെ. 500 മണിക്കൂർ അല്ലെങ്കിൽ 3 മാസമാണ് മിനിമം വേണ്ടത് ട്രെയിനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും കൂടിയിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ, എഡ്യൂക്കേഷണൽ റെഗുലേഷൻസ്. അപ്പം ഇത്രയൊക്കെയാണ് അതിൽ ഓർക്കാനുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് PCA. പിന്നെ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മിനിമം ക്വാളിഫിക്കേഷൻ ഓഫ് എ ഫാർമസിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആരാണ്? ഹു പ്രിസ്ക്രൈബ്സ് ദ മിനിമം ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ഫോർ എ ഫാർമസിസ്റ്റ്? ആരായിരിക്കും? PCA അല്ലെ, സെൻട്രൽ കൗൺസിൽ അഥവാ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ ERുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അടുത്ത സെക്ഷൻസ് വരുന്നത്. അത് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഒന്ന് എന്തായിരിക്കും? നമ്മുടെ ഈ എഡ്യൂക്കേഷണൽ റെഗുലേഷൻസ് ഒക്കെ സെൻട്രൽ ലെവലിൽ നിന്ന് വരുന്നതിന് സ്റ്റേറ്റിലേക്ക് പോകണ്ടേ. അപ്പൊ അതാണ് ഏതെന്ന് പറയുന്നത്? 11 എന്ന് പറയുന്നത്. ഓക്കെ, 11 എന്ന് പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ റെഗുലേഷൻസ് ടു ദ സ്റ്റേറ്റ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ റെഗുലേഷൻസ് ടു ദ സ്റ്റേറ്റ്. പിന്നെ അവിടെ ഓർക്കാൻ MCQ ലെവലിന്റെ ഒരു 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് നമുക്കറിയാം PCAയുടെ അപ്രൂവൽ ഉണ്ടെങ്കിലാണ് നമ്മുടെ കോളേജസിനൊക്കെ PCAയുടെ അപ്രൂവൽ വേണം അല്ലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കോഴ്സ് ആയിരുന്നാലും കോളേജ് ആയിരുന്നാലും ഒക്കെ PCA ആണ് നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അപ്രൂവലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 2 സെക്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് 12ഉം മറ്റൊന്ന് 14. 12 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോഴ്സസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് 12 സെക്ഷൻ, അപ്രൂവൽ ഓഫ് ദ കോഴ്സസ് ആൻഡ് സ്റ്റഡി. ഇനി 14 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് തുല്യമാണ് എന്നുള്ളത് അപ്രൂവൽ കിട്ടണം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് ഏതെങ്കിലും ഒരു ഫോറിൻ ക്വാളിഫിക്കേഷനെയൊക്കെ നമുക്ക് അപ്രൂവൽ കൊടുക്കേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഏതിലാണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 14. ഓക്കെ, സോ അപ്പോൾ അപ്രൂവലുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫോറിൻ ക്വാളിഫിക്കേഷന്റെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 14. ആൻഡ് സെക്ഷൻ 12 എന്ന് പറയുന്നത് കോഴ്സ് ഓഫ് സ്റ്റഡി ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടും എക്സാം അപ്രൂവലും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് സെക്ഷൻ 12. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു 13 ഉണ്ടല്ലേ. ആ 13 എന്ത്? വിഡ്രോയൽ ഓഫ് അപ്രൂവൽ. ഓക്കെ, സോ അപ്പൊ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഓൾറെഡി ഉള്ളത് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത്? PCA എന്നുള്ളത് അതിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 13 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയില്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഡ്യൂക്കേഷണൽ റെഗുലേഷൻസുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളത് നോക്കാം. അപ്പം 11, 12, 13, 14 വരെ എത്തി അല്ലെ. ഇനി അടുത്തത് എന്തായിരുന്നു? 15. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞിരുന്നു, നമുക്ക് സെൻട്രൽ രജിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ തെറ്റിപ്പോകാതെ തന്നെ ഓർക്കേണ്ട ഒരു സെക്ഷൻ ആണ് ഏത്? 15A അല്ലെ. 15 എന്ന് പറയുന്നത് എന്തായിരുന്നു? മോഡ് ഓഫ് ഡിക്ലറേഷൻ ആണ്. അതായത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സാങ്ഷൻ ഇതൊക്കെ ആയിട്ട് വരുന്ന മോഡ് ഓഫ് ഡിക്ലറേഷൻ ആണ്. അത് വേണ്ട. ഇനി 15A ആണ് എന്തെന്നുള്ളത് ഓർക്കുക, സെൻട്രൽ രജിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സെക്ഷൻ ആയിരുന്നു 15A അല്ലെ, സെൻട്രൽ രജിസ്റ്റർ. ഇനി രജിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴോ രജിസ്ട്രേഷൻ ഇൻ സെൻട്രൽ രജിസ്റ്റർ എന്ന് പറയുന്നത് 15B. ഓക്കെ, അപ്പൊ സെൻട്രൽ രജിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സെക്ഷൻ 15A, രജിസ്ട്രേഷൻ ഇൻ സെൻട്രൽ രജിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സെക്ഷൻ 15B. അപ്പൊ ഇനി ഇതിൽ തന്നെ നമുക്ക്
സെൻട്രൽ രജിസ്റ്റർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പോയിന്റ്സ് നോക്കാനുണ്ടല്ലേ. എന്താണ് സെൻട്രൽ രജിസ്റ്റർ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ കമ്പൈലേഷൻ ഓഫ് ഓൾ സ്റ്റേറ്റ് രജിസ്റ്റേഴ്സ് ആണല്ലേ. അതായത് നമുക്കറിയാം ആസ് എ ഫാർമസിസ്റ്റ് ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽസിലാണല്ലേ. അപ്പൊ ഇവിടുന്ന് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരുടെയും തന്നെ പേര് എന്ത് ചെയ്യണം? നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ നമുക്കൊരു സെൻട്രൽ കൗൺസിൽ ഉണ്ട്. അപ്പൊ സെൻട്രൽ രജിസ്റ്ററിലേക്ക് എൻട്രി ചെയ്യണം. അപ്പൊ ഇതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? സെൻട്രൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് ഇവർ അയച്ചു കൊടുക്കുക? ഫിനാൻഷ്യൽ ഇയർ ആണ് ഓർക്കാനുള്ളത്. ഡിസംബർ അല്ല. നമ്മുടെ രജിസ്ട്രേഷൻ റിന്യൂവൽ ഒന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമല്ല. എവിടെയാണ് വരുന്നത്? ആഫ്റ്റർ 1st April ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും 1st Aprilന് ശേഷം എന്ത് ചെയ്യും? എല്ലാ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽസിൽ നിന്നും 5 കോപ്പീസ് ഓഫ് ദ സ്റ്റേറ്റ് രജിസ്റ്റർ സെൻട്രലിന് കൊടുക്കും. ഓക്കെ, സോ അപ്പോൾ 5 കോപ്പീസ് ആണെന്നുള്ളതും ഓർക്കണം. എപ്പോഴാണ് കൊടുക്കുന്നതെന്നും ഓർക്കുക കേട്ടോ. ആഫ്റ്റർ 1st April ആണ് കേട്ടോ. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർക്കുക. ഇനി അടുത്തത് ഇതിന്റെ കസ്റ്റോഡിയൻ ആരായിരിക്കും? സെൻട്രൽ രജിസ്റ്ററിന്റെ രജിസ്ട്രാർ ഓഫ് ദ സെൻട്രൽ കൗൺസിൽ ആണ് അല്ലെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. അഥവാ നമുക്ക് പിന്നെ വേറൊരു രീതിയിലും ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെയായിരിക്കും? Who enters the name of a pharmacist in a center register? Okay, in a central register. So, അപ്പോൾ ആരായിരിക്കും? അതും എന്താണ്? രജിസ്ട്രാർ ഓഫ് ദ സെൻട്രൽ കൗൺസിൽ ആണ്. ഓക്കെ, കാരണം ഇപ്പൊ നമുക്ക് അപ്ഡേഷൻസ് എന്തെങ്കിലും വന്നിരുന്നാലും അല്ലെങ്കിൽ ആരാണ് സെൻട്രൽ രജിസ്റ്ററിന്റെ കസ്റ്റോഡിയൻ? അദ്ദേഹം തന്നെയാണ് എന്ത് വരുന്നത്? നെയിം എൻട്രി ചെയ്യുന്ന ആരാണ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നാലും ആര് തന്നെയാണ്? ഇറ്റ് ഈസ് രജിസ്ട്രാർ ഓഫ് ദ സെൻട്രൽ കൗൺസിൽ. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുണ്ടായിരുന്നത്. ഒന്ന് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈലേഷൻ ഓഫ് ഓൾ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽസിന്റെ കേസ് പറഞ്ഞു, പിന്നെ അതേപോലെ തന്നെ കസ്റ്റോഡിയന്റെ കേസ് പറഞ്ഞു, പിന്നെ ആ 2 സെക്ഷൻസിന്റെ രജിസ്ട്രേഷൻ ഏതാണ് മറ്റത് ഏതാണെന്നുള്ളത് ഓർത്ത് തന്നെ പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പേര് ആരാണ് എൻട്രി ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റോഡിയൻ ആരാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതാണ് എന്ത് വരുന്നത്? 15A. രജിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും 15B. ഓക്കെ, അതിലൊരു കാര്യം ഓർക്കാനുള്ളത്, നമ്മുടെ സെൻട്രൽ രജിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അതിന്റെ ആക്ടും കൂടിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെൻട്രൽ രജിസ്റ്റർ ഈസ് എ പബ്ലിക് ഡോക്യുമെന്റ്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു പോയിന്റും കൂടിയിട്ട് ഓർക്കുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? പിന്നെ കൗൺസിലായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതായിരുന്നു സെൻട്രൽ ലെവൽ ഫാർമസി ഇൻസ്പെക്ടേഴ്സിന്റെ കേസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇൻസ്പെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇൻസ്പെക്ഷന് വരുന്നു, കോളേജസിലൊക്കെ നോക്കുന്നു, അതിന്റെ റിപ്പോർട്ട് അവർ കൊടുക്കുന്നതിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്? അപ്രൂവലും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെയാണ് ഏതിൽ വരുന്നത്? സെക്ഷൻ 16 വരുന്നത് അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പിന്നെ അതിലൊരു സെക്ഷനായിട്ട് ചോദിക്കാൻ പറ്റുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ regulations. Okay, power to make what regulations for this central council ന്റെ power to make regulations എന്ന് പറയുന്നത് 18 ആണ് സെക്ഷൻ എന്നുള്ളതും കൂടിയിട്ടൊന്ന് ഓർക്കുക. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു നമുക്ക് എന്തുള്ളത്? ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അഥവാ സെൻട്രൽ കൗൺസിലായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ്. അപ്പോൾ ഇത് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ടാണ് നമുക്കിപ്പം തന്നിരിക്കുന്നത്. അപ്പൊ ഇത് നല്ലതുപോലെ തന്നെ പഠിക്കുക. കാരണം കുറച്ച് അകത്തുനിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിരുന്നാലും ട്വിസ്റ്റിംഗ് ആയിട്ട് വന്നിരുന്നാലും എഴുതാൻ പറ്റണം. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മെയിൻ കാര്യങ്ങൾ. ഓക്കെ.